കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നീലേശ്വരത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നിരുന്ന കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞുകയറി ദാരുണ അപകടത്തിൽ വാഹനത്തിനിടയിൽ കുടുങ്ങിയ കുട്ടികളെ നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെടുത്തു. സംഭവത്തിൽ 3 പേർ മരിച്ചു. പരിക്കേറ്റ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാംഗത്വത്തിന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് രാജി സമർപ്പിച്ചത്. ഇത്തവണ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ വീണ്ടും പരിഗണിച്ചിരുന്നില്ല. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി ശക്തമാക്കി. സംഭാവനകൾ തിട്ടപ്പെടുത്തുന്ന വിഭാഗത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും കർശനമാക്കി. സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന SIT ഇതിനോടകം 100-ലധികം പേരെ ചോദ്യം ചെയ്തു. ടെലഗ്രാം വീണ്ടും ഇന്ത്യയിൽ ലഭ്യമായി. താത്കാലിക നിരോധനത്തിന് പിന്നാലെ സമൂഹമാധ്യമ ആപ്പ് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും തിരിച്ചെത്തി. നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകളെ തുടർന്നാണ് ആപ്പിന് താത്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്.